ദേവൻ, നാളത്തെ ചർച്ചയിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താവും ചർച്ച, എന്താവും തീരുമാനമെന്നറിയാൻ പ്രതികരിക്കാതെ നേതാക്കളും മുന്നിലുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? 102 സീറ്റുമായി ഉജ്ജ്വല വിജയം നേടി UDF അധികാരത്തിലെത്തിയെങ്കിലും കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ചർച്ച ഇതുവരെയും ഒരു തീരുമാനമാകാതെ നീളുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഇന്നലെ AICCയുടെ നിരീക്ഷക സംഘം കേരളത്തിലെത്തി KPCC ആസ്ഥാനത്ത് നിന്നും നിയുക്ത MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു. അതിൽ മുഴുവൻ MLA-മാരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ച നിരീക്ഷക സംഘത്തിനും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പാർലമെന്ററി കക്ഷി നേതാക്കളുടെ പിന്തുണ കൂടുതലായി KC വേണുഗോപാലിലേക്ക് എത്തുമ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തകരുടെ പിന്തുണ VD സതീശനിലേക്ക് എത്തുന്നെന്നാണ് തിരിവുകളിലെ കാഴ്ച മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും തങ്ങൾക്ക് MLA-മാരുടെ പിന്തുണയുണ്ടെന്നുള്ള കാര്യം നിരീക്ഷക സംഘത്തിന് മുന്നിൽ വെക്കുന്നു. പക്ഷേ ഈ മൂന്ന് നേതാക്കളുടെയും ഈ പിന്തുണ കൂടി പരിഗണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നിരീക്ഷക സംഘത്തിന് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് ആയിരിക്കും എടുക്കുക. അതിനുവേണ്ടി ഇപ്പോൾ മൂന്ന് നേതാക്കളെയും ഡൽഹിയിൽ നിലവിലുള്ള KC വേണുഗോപാലിന് പുറമെ രമേശ് ചെന്നിത്തലയും VD സതീശനെയും ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. നാളെ ഒരു നിർണായക ചർച്ച മുതിർന്ന നേതാക്കളുമായി ഉണ്ടാക്കും. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന മുതിർന്ന നേതാക്കൾ, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന ചർച്ചയിലാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനത്തിൽ എത്തുക. പ്രത്യേകിച്ചും ഈ ഒരു ഭരണം ഒരു മിന്നുന്ന വിജയം നേടി UDF അധികാരത്തിൽ എത്തിയെങ്കിൽ കൂടിയും ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഈ ചർച്ചകൾ നീളുന്നത്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്നത് ആ ഒരു വിജയത്തിന്റെ ശോഭ കെടുത്തുന്നു എന്നുള്ളൊരു വാദം ഘടകകക്ഷി നേതാക്കൾ അടക്കം ഉന്നയിക്കുന്നുമുണ്ട്. ഏതായാലും നിരീക്ഷക സംഘത്തിന് മുന്നിൽ MLA-മാർക്ക് പുറമെ ഘടകകക്ഷി നേതാക്കൾ കൂടി തങ്ങളുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗവും VD സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ VD സതീശന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ KC വേണുഗോപാലിനായി MLA-മാർ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നാളെ നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണെന്നുള്ള നിർണായകം ആകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ UDF-ന് അധികാരം കിട്ടുമ്പോൾ കോൺഗ്രസിന്റെ ഈ പറയുന്ന പോലെ തന്നെ നിയുക്ത MLA-മാരിൽ നിന്നും നിരീക്ഷക സംഘം അഭിപ്രായം ആരായിരുന്നു. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പതിവ് രീതി. എന്നാൽ അക്കാര്യം കേരളത്തിൽ നടപ്പിലാക്കാനായി നിരീക്ഷക സംഘത്തിന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ദീപാദാസ് മുൻഷി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കേരളത്തിലെ സ്ഥിതിഗതികൾ ഹൈക്കമാൻഡിനെ അറിയിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരസ്യ പ്രതികരണമായി പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്നതും ഈ തെരുവിൽ ഫ്ലെക്സ് യുദ്ധം, നേതാക്കളുടെ പേരിൽ നടക്കുന്ന ഫ്ലെക്സ് യുദ്ധവും എല്ലാം തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ അതൃപ്തിയായി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഘടകകക്ഷികളും MLA-മാരും തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരാകണം മുഖ്യമന്ത്രി എന്ന്.